الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونصلي على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد. ഈ സംഘത്തിലെ നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവരാൻ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. صدق الله العظيم. السلام عليكم ورحمة الله وبركاته.
ഈ മഹത്തായ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഹാഫിസ് റിയാസ് മന്നാനി വഞ്ചിയൂർ അവരെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമാധാനമായ ഭൂമിയിലെ അപേക്ഷിതരായ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ സ്നേഹിത ഷംസുദ്ദീൻ മഹനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ മഹാനീയ സ്ഥാപനങ്ങളുടെ യുവാവിസ് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളെല്ലാം ആത്മീയ നേതൃത്വത്തിനായ സ്ഥാപനങ്ങളുടെ ദക്ഷിണ കേരള ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ, മലയാള സ്ഥാപനങ്ങളുടെ ട്രഷറർ കൂടിയായ ഈ മഹത്തായ മദ്രസയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി വളരെ നേരത്തെ എത്തിച്ചേർന്നു. എൻ്റെ ആത്മീയ പിതാവ് ഗുരുവിനുമായ ബഹുമാനപ്പെട്ട നമസ്കാരമുണ്ട്. വിശുദ്ധമായ ഖുർആൻ കൂടുതൽ വരുന്ന ഹാഫിളുടെ ഹൃദയത്തിൻ്റെ ഉന്നതിൽ അത് ലോകത്തെ മുഴുവൻ പ്രവർത്തനം ചെയ്യാത്തപ്പെടുന്ന രീതിയിൽ അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിനെ അമൽ തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തമാക്കിയ ഏകദേശം 60ഓളം വരുന്ന ഈ ഹാഫിളുകളെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നും ഉമ്മത്തിന് സമ്മാനിക്കുകയാണ്. അതൊരു സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും ഈ ഹാഫിളുകളുടെ ഹൃദയത്തിൽ എത്രത്തോളം വിശുദ്ധമായ ഖുർആൻ സൂക്ഷിക്കപ്പെടുന്നുവോ സംരക്ഷിക്കപ്പെടുന്നുവോ ആ ഗുണങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള വലിയൊരു സർട്ടിഫിക്കറ്റിന് ഉടമയാണ് ഇവരെല്ലാവരും. ഒരു സാഹചര്യങ്ങളിൽ കിട്ടിയില്ല എങ്കിൽ പോലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും നേരത്തെ തന്നെ സനത് വാങ്ങിച്ചവരാണ്. ഇനിയൊരു സനതുണ്ട്, ആ സനത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പരലോകത്തിൽ എത്തേണ്ടതാണ്. അതിനുള്ള ആളുകൾ നമ്മൾ ഹാഫിളുകളായ ഹാഫിളത്തുകളായ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ചെയ്യണം. അതിൽ പ്രധാനമായ വിശുദ്ധമായ ഖുർആന്റെ പ്രബോധനം. ആ ഖുർആന്റെ പ്രബോധനം അത് നിസ്സാരമായ കാര്യമല്ല. ലോകത്താദ്യമായി വാഴ തുടങ്ങിയപ്പോൾ വിശുദ്ധമായ ഖുർആനുണ്ടാണ്. ഖുർആനില്ലായിരുന്നെങ്കിൽ ഹദീസില്ല, ഫിഖ്ഹില്ല. ലോകത്തുള്ള ഒരു ഗ്രന്ഥങ്ങളോ നോവലുകളോ ചരിത്രങ്ങളോ ഒന്നും ഇല്ല. വിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ ആധാരം. നമ്മുടെ പ്രമാണം വിശുദ്ധമായ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ആദ്യമായിട്ട് വാഴ്ന്നു നടത്തിയത് ഖുർആൻ കൊണ്ടാണ്. ലോകരെ ഉത്ബോധനാക്കിയത് വിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ്. ജനങ്ങളെ നന്നാക്കിയത് റളിയല്ലാഹു അൻഹു എന്ന ഉന്നതമായ പദവിയിലേക്ക് സഹാബത്തുൽ കിറാമിനെ എത്തിച്ചത് വിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ ഖുർആനിനെ പറയുന്നുണ്ട്. സംസ്കരണമാണ് ഖുർആനിന്റെ ആദർശം. ലോകത്ത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ മുഴുവൻ പ്രതിപാദിക്കപ്പെട്ട ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആനാണ്. അതിൽ പ്രസാരകരായി നമ്മളെല്ലാവരും മാറണമെന്നുള്ളതാണ് ഇത്തരണത്തിൽ എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പൂർണ്ണമായി പാരമ്പര്യം ഉസ്താദിന്റെ അതേ തുടർച്ച സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ പ്രബോധന രീതിയിൽ കഴിയുന്ന ധാരാളം അലിമീങ്ങൾ ഹാഫിളുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഈ സദസ്സിൽ സന്നിഹിതരാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഏകദേശം 30 വർഷത്തോളം അടുക്കുകയാണ് ഖുർആനിന്റെ പ്രബോധനവുമായി.
ആ വഴിയിൽ തന്നെ ശിഷ്യന്മാരായ പലരും അൽഹംദുലില്ലാഹ് ആ പ്രവൃത്തി സ്വീകരിച്ചുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായി നാഫിൽ സ്ഥാപനത്തിൽ വന്നിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖുർആൻ. അല്ലാഹു ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി നൽകി നമ്മുടെ ഹൃദയത്തിനെ ആകർഷിക്കുന്ന രീതിയിൽ ഹൃദയസ്പൃക്കായ വിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തിയ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ബഹുമാനപ്പെട്ട സ്വാഗതമെന്നാണ് ഉള്ളിക്കൂടെ. അൽഹംദുലില്ലാഹ് നല്ല ശബ്ദം, അല്ലാഹു തആല ശബ്ദം ദീനിന് വേണ്ടി ഹിദ്മത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം നൽകുകയാണ്. അതുപോലെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്ന ബഹുവന്യരായ എൻ്റെ ഗുരുവന്യരാണ്. അതുപോലെ നൂറുകണക്കിന് വരുന്ന പണ്ഡിതന്മാരുടെ, മുദരിസീങ്ങളുടെ, ഖത്തീബുമാരുടെ, പ്രഭാഷകന്മാരുടെ, ഉമ്മത്തിന് വേണ്ടി ദീനീ സേവനം ചെയ്യുന്ന ധാരാളം ആലിമീങ്ങളുടെ ഒരു ഗുരുവന്യരാണ്. നമ്മുടെ നൂറുകളുടെ ശൈഖുന കെ.പി. ഉസ്താദിൻ്റെ അരുവ ശിഷ്യൻ കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അവர்கள். അൽഹംദുലില്ലാഹ് ഇന്ന് ദക്ഷിണേന്ത്യയിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനാണ്. മന്നാരിയ സ്ഥാപനങ്ങളുടെ പ്രഷറവ് കൂടിയാണ്. അത്തരത്തിൽ ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തന്നെയും ദീനിന് വേണ്ടി അൽഹംദുലില്ലാഹ് സമുദായത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോഴും മാനസികമായ കരുത്ത് ആർജിച്ച മഹത്തായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇന്നും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിനോടുള്ള അതിയായ മമതയും പ്രതിബദ്ധതയും ഉള്ളത് കൊണ്ടാണ് വളരെ ത്യാഗം സഹിച്ച് കൊല്ലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന് എത്തിയിട്ടുള്ളത്. അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗത്തിൻ്റെ ഒരു സ്ഥാപനം സ്വാഗതം പറയുകയാണ്. അതുപോലെ ഇവിടെ ബഹുമാന്യരായ കടയ്ക്കൽ സ്ഥാപനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, സ്ഥാപനം സംബന്ധിച്ച് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ പ്രായം മുതൽ തന്നെ പ്രബോധന രീതിയിൽ തുടരുന്ന ഒരാളാണ്. നാളുകളിൽ പ്രഭാഷണം നടത്തി എത്രയോ ആളുകളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവരാണ്. ചരിത്രങ്ങൾ പറഞ്ഞു, ഹദീസുകൾ പറഞ്ഞു, ഖുർആനിലെ ചരിത്രങ്ങൾ പറഞ്ഞു, ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തിയിട്ടുള്ള വലിയൊരു ശബ്ദത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അതിനു പുറമെ എത്രയോ നാളുകൊണ്ട് മന്നാരിയ സ്ഥാപനങ്ങളുടെ ജീവായുസ്സും വരലായുസ്സുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് കിടക്കൽ ഉസ്താദിനെ കുറിച്ച്. നമ്മുടെ ബഹുമാന്യരായ ശൈഖുനാട്ടപ്പുറം ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ മന്നാരിയിലുള്ളപ്പോൾ നമ്മളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ആരും മറന്നുപോയാൽ